ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും മിസ്സാവാതെ കാണാൻ സാധിക്കും. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുഞ്ഞുങ്ങളുടെ ഫ്രോക്കിൽ ഇൻവിസിബിൾ സിപ്പ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യണമെന്ന് നോക്കാം. ഇൻവിസിബിൾ സിപ്പ് നമുക്ക് പല മെത്തേഡിൽ വെച്ച് കൊടുക്കാം. ബിഗിനേഴ്സിന് പറ്റിയ രീതിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഇത് ഫ്രോക്കിൻ്റെ ബോഡി പാർട്ടാണ്. ഇത് ആം ഹോള്, ഇത് നെക്ക്. ഈ ഫ്രണ്ട് പാർട്ടിനേക്കാളും 1 ഇഞ്ച് നമ്മളിവിടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് സിപ്പ് വയ്ക്കാനായിട്ട്. ഷോൾഡറും ആം ഹോളും നെക്കും എല്ലാം നമ്മൾ കൺസീൽ ചെയ്തിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഒരു ഫ്രിൽഡ് ഫ്രോക്കിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊന്ന് ചെക്ക് ചെയ്യൂ കേട്ടോ. ഈ ഫ്രോക്കിൻ്റെ സെൻറ്റർ ബാക്കിലാണ് നമ്മളിപ്പോൾ സിപ്പ് വയ്ക്കാൻ പോകുന്നത്. എവിടെ വരെയാണോ നമുക്ക് ഈ സിബ് ഓപ്പൺ ആവേണ്ടത് അവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക. എന്നിട്ട് ഈ സിബ് തയ്ച്ച് കഴിയുമ്പോൾ എങ്ങനെയാണോ ഇരിക്കുക അതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനിങ്ങനെ തുറക്കുക. ഇതിനെ ഇങ്ങനെ വെച്ച് കൊടുക്കണം നമ്മൾ. എന്നിട്ട് ഈ സിപ്പർ ടീത്തിനോട് ഇങ്ങനെ ചേർത്ത് തയ്ച്ചു കൊടുക്കുക. നമ്മൾ കൊടുത്തിരിക്കുന്ന ആ 1 ഇഞ്ച് ലൈൻ ഉണ്ടല്ലോ, അതിൽ തന്നെ ആയിരിക്കണം നമ്മുടെ ഈ സ്റ്റിച്ച് വീഴേണ്ടത്. ഒരു സൈഡിൽ നമ്മളിതാ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇതിനിങ്ങോട്ട് തിരിച്ചു വയ്ക്കുക. ആ 1 ഇഞ്ച് മാർക്കിങ്ങിൽ കൂടി തന്നെ തയ്ച്ചെടുക്കുക. ഒന്നും കൂടെ ക്ലിയർ ആവാനായിട്ട് ഈ ഒരു റണ്ണർ മേലെയാണ് ഇരിക്കുന്നത്. രണ്ട് സൈഡിലും നമ്മളിതാ തയ്ച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനൊന്നിങ്ങനെ അടച്ചു നോക്കാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ തയ്ച്ച് നോക്കിയിട്ട് ഈ സിബ് ഒന്നിങ്ങനെ ഇട്ട് നോക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടില്ല എങ്കിൽ നമ്മൾ ഒന്നും കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതായത് ഈ സിപ്പർ ടീത്തിനെ ഇങ്ങോട്ട് നീക്കി പിടിച്ചിട്ട് ഇതിനുള്ളിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതായത് ഈ മെഷീനിൽ കണ്ടോ, ഈ വിഡ്ത്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു നീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും. അപ്പോൾ നമുക്ക് എത്ര അടുപ്പിച്ച് വേണോ, അതായത് സിപ്പർ ടീത്തിനോട് നമുക്ക് എത്ര അടുത്ത് വേണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ സൈഡ് ഞാൻ തയ്ച്ചപ്പോൾ ഞാൻ നമ്പർ 2 ഇത് കൊടുത്തത്. അപ്പോഴെനിക്ക് ഈ സിപ്പർ ടീത്തിനോട് അടുത്ത് വന്നു ഈ നീഡിൽ. ഇനി ഈ സൈഡ് തയ്ച്ചപ്പോൾ നമ്പർ 1 വെച്ചു. അപ്പോൾ ഈ നീഡിൽ ഇങ്ങോട്ട് നീങ്ങി വരും. ഈ ടീത്തിനോട് ഇങ്ങോട്ട് നീങ്ങി കിട്ടി, ഈ ടീത്തിനോട് അടുപ്പിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ താഴെയുള്ള ഈ ഭാഗം ഒന്ന് ജോയിൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ചായിരുന്നു നമ്മളിവിടുത്തെ തയ്യൽ തുമ്പ്. ആ 1 ഇഞ്ചിൽ കൂടെ തന്നെ തയ്ച്ചു വരിക. ഇവിടെ വരെയാണ് നമ്മൾ സിബ് തയ്ച്ച് നിർത്തിയിരിക്കുന്നത്. അതിലും ഒരു 1/2 ഇഞ്ച് മുകളിൽ നിന്ന് തയ്ച്ചിട്ട് താഴേക്ക് തയ്ക്കുകയാണ്. താഴെ നിന്ന് മുകളിലേക്ക് തയ്ക്കുന്നതിനേക്കാളും ഈ സിബിൽ നിന്ന് താഴേക്ക് തയ്ക്കുന്നതാണ് കുറച്ചും കൂടെ എളുപ്പം. നമ്മളിതാ തയ്ച്ചെടുത്തു. എക്സ്ട്രാ നിൽക്കുന്ന സിബിന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നല്ല വശത്തു നിന്ന് ഇങ്ങനെയാണ് ഇരിക്കുക. ഇനി നമുക്ക് ഈ എക്സ്ട്രാ നിൽക്കുന്ന ഈ തുണിയെ നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ഇഞ്ച് മാത്രം എടുത്തിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് താഴെ വരെ. കാലിഞ്ച് മടക്കി തയ്ച്ചു. എന്നിട്ട് ഈ സിബിൻ്റെ എക്സ്ട്രാ നിൽക്കുന്ന ഭാഗത്തിന് ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇതിനിങ്ങോട്ട് വയ്ക്കാം. എന്നിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാൻ പോവാണ്, ഈ സിബും കൂടി പെടുന്ന രീതിയിൽ. നമ്മളിതാ 2 സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടിരിക്കും. ഒന്നും കൂടെ നമുക്ക് നല്ല നീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പീസിന് ഈ ലൈനിങ്ങിനോട് മാത്രം ചേർത്ത് വെച്ചിട്ട് ഹാൻഡ് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഹാൻഡ് ഹെമ്മിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.